കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിൻ്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്നതിൻ്റെ ചെലവ് ആദ്യം കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇത് സുവിശേഷ ഭാഗം വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു സുവിശേഷ ഭാഗമാണ്. ചുമ്മാ വായിച്ചാൽ നമുക്ക് കൺഫ്യൂഷനുണ്ടാകും, ആശയക്കുഴപ്പം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, അപ്പനെയും അമ്മേനെയും വെറുക്കണം, ഉപേക്ഷിക്കണം, എന്നാലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ കാണുന്നുണ്ട്, വചനം വളരെ അടിവരയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക, സംരക്ഷിക്കുക, അവരോടുള്ള കടമ നിറവേറ്റുക. ഒരു മരിച്ചാൽ പോലും നമുക്ക് കടമയുണ്ട്, മരിച്ചവരോടുള്ള കടമ. അപ്പം അങ്ങനെ ഇരിക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. അവിടെ ഞാൻ പറഞ്ഞത് വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ദൈവം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരെ സംരക്ഷിക്കണം. ചെയ്യാതിരുന്നാൽ വരാവുന്നത് വലിയ നഷ്ടമാണ് എന്നുള്ളതെല്ലാം വചനം കൃത്യം പഠിപ്പിക്കുന്നു. പ്രഭാഷകൻ 3-ാം അധ്യായം, പ്രഭാഷകൻ 7-ാം അധ്യായം, ഇതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിനക്ക് നിൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കണോ? മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ മതി. നിനക്ക് അനുഗ്രഹ സമ്പത്തുണ്ടാകണോ? മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ മതി. അതാണ് ആ അധ്യായം നമ്മെ പഠിപ്പിക്കുക. 7-ാം അധ്യായം 27 മുതൽ വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ മാതാപിതാക്കൾ നിനക്ക് നൽകിയത് വെച്ച് നോക്കുമ്പോൾ നിനക്കെങ്ങനെ അവരുടെ ദാനത്തിന് നന്ദി പറയാൻ പറ്റും, പ്രതിഫലം നൽകാൻ പറ്റും? നമ്മൾ അവരുടെ മരണം വരെ അവരെ പൂട്ട് പൂജിച്ചാലും നമുക്ക് അവർ നൽകിയ ആ ഒരു നന്മയ്ക്ക് അല്ലെങ്കിൽ ദാനത്തിന് നന്ദി പറയാൻ പറ്റിയല്ലെന്ന്. അപ്പോൾ പിന്നെ അവരെ ദ്രോഹിക്കുകയും കൂടെ ചെയ്താലോ? സുഭാഷിതങ്ങൾ 30-ാം അധ്യായം അതിൻ്റെ 11, 17 വചനങ്ങളൊക്കെ വായിച്ചാൽ 11-ൽ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ മാതാപിതാക്കളെ നിന്ദിക്കുകയും അവരെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്തിട്ട് നിനക്ക് ഭക്തനെന്ന് നടിച്ച് നടക്കാൻ പറ്റും, ഭക്തയെന്ന് നടിച്ച് നടക്കാൻ പറ്റും. പക്ഷെ കർത്താവിൻ്റെ കണ്ണുകളിൽ നീ യഥാർത്ഥ ഭക്തിയുള്ള വ്യക്തി ആകത്തില്ല. അതാണ് ആ വചനം പറയുക. 17ലേക്ക് വരുമ്പോൾ അതിലും ഭയങ്കര. ഇങ്ങനെ എങ്ങാനും പെരുമാറിയ നിൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പാവത്തിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ സംരക്ഷിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അസന്നിഗ്ധം വചനം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞ്? മാതാപിതാക്കളെ പോലും നീ ഉപേക്ഷിക്കാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ലെന്ന്. ദൈവരാജ്യത്തിൻ്റെ ആ ഒരു മൂല്യം മനസ്സിലാക്കി ദൈവരാജ്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാതാപിതാക്കളോ സഹോദരങ്ങളോ അവരാരെങ്കിലും ആണെങ്കിൽ വിലങ്ങുതടിയായി മാറിയാൽ നമുക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്യാൻ പറ്റണം. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ട്. വിശുദ്ധ അഗസ്തീനോസ്
അഹങ്കാരത്തിനും എളിമയ്ക്കും നൽകുന്ന നിർവചനം പഠിച്ചാൽ മതി. അഹങ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ദൈവനിന്ദനത്തോളം എത്തുന്ന സ്വയം സ്നേഹം. മാതാപിതാക്കളോടാണേലും എൻ്റെ ജീവനോടാണേലും ദൈവത്തിനുപരിയായിട്ട് ഞാൻ സ്നേഹിച്ചാൽ അത് സ്വർഗത്തിൽ പോകാൻ വിലങ്ങുതടിയാകാം. ഇനി എളിമയെന്ന് പറഞ്ഞാൽ എന്താണ്? അഗസ്തീനോസ് പറയുന്നുണ്ട്, സ്വയം നിന്ദനത്തോളം എത്തുന്ന ദൈവസ്നേഹം. ദൈവസ്നേഹം അതാണ് പ്രധാനപ്പെട്ടത്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാമല്ലോ, ബാക്കി എല്ലാ കൽപ്പനകളും അതിനകത്തുണ്ട്. ഈ ഒരു കൽപ്പന, സുപ്രധാന കൽപ്പന നീ പാലിച്ചാൽ മതി. ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. യോഹന്നാൻ ശ്ലീഹ തൻ്റെ ചങ്ക് കർത്താവിൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച് പഠിച്ച ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് സ്നേഹത്തെക്കുറിച്ച് മനോഹരമായ നിർവചനം നൽകാനായിട്ട് യോഹന്നാൻ ശ്ലീഹയ്ക്ക് കഴിഞ്ഞത്. ഈ ഒരു പഠനം കിട്ടിയാൽ നമുക്ക് പിന്നെ പാപം ചെയ്യാൻ പറ്റത്തില്ല, സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാം വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടൊരു കാര്യം, ക്രിസ്ത്യാനികൾക്ക് ഒറ്റ കടമയേ ഉള്ളൂ, പരസ്പരം സ്നേഹിക്കുക. ഒരു കടമയേ ഉള്ളൂ, നന്മ ചെയ്യുക, പരസ്പരം സ്നേഹിക്കുക. അതല്ലാതെ വേറെ ഒരു കടപ്പാടും നിങ്ങൾക്കുണ്ടാകണ്ട. ഇന്ന് ഈ കാര്യത്തിൽ പരാജയം, വേണ്ടാത്ത കടപ്പാടെല്ലാം ഉണ്ടാക്കി വെക്കുന്നതിൽ മുൻപന്തി. അങ്ങനെയാണ് ചിലരുടെ അവസ്ഥ. ചിലർ അശ്രദ്ധയോടെ അവരുടെ ജീവിതത്തിൽ പെരുമാറിയത് കൊണ്ടാണ് ഇന്ന് വേണേ ചിലരുടെ മുമ്പിൽ കയ്യും കൂപ്പി നിൽക്കേണ്ടി വരും. അതല്ലെങ്കിൽ വായടച്ച് നിൽക്കേണ്ടി വരും. അവരോട് പറയേണ്ട കാര്യങ്ങൾ പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇനി അങ്ങനത്തെ ദുരവസ്ഥയിലേക്ക് വീണുപോയ വ്യക്തികൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനുള്ളൊരു കടപ്പാട്, അത് മാത്രമേ ഉള്ളൂ നമുക്ക്. ഒരു സഹോദരൻ വന്ന് കാൽക്കൽ വീണിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയെ ഒന്ന് വിളിച്ചിട്ട് പറ, അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് അമ്മ സമാധാനമായിട്ടിരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞത്, എൻ്റെ അച്ഛാ, ഞാൻ ഈ സാബത്ത് ദിവസം ജോലിയും ചെയ്യത്തില്ല, അങ്ങനെ കൃത്യമായിട്ട് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന. എങ്ങനെയാണെന്നറിയത്തില്ല, ഒരിക്കൽ പിശാചെന്നെ തോന്നിപ്പിച്ച് ഞാൻ പോയിട്ട് 2 ആഴ്ച പണിക്കാരെ വിളിച്ചു, ഞാനും കൂടി ജോലി ചെയ്തു, പണിയെടുത്തു, കുറേ കാശുണ്ടായി 2 ആഴ്ച. പക്ഷേ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അതിൻ്റെ 4 ഇരട്ടിയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോയി. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കുടിക്കണമെന്നുള്ള ആ ഒരു പ്രേരണ, നാളുകളായിട്ട് കുടിക്കാതിരുന്ന, അങ്ങനെ കയറിയിട്ട് ഞാൻ കുടിച്ചു, ഓവറായിട്ട് കുടിച്ചു. അതുകൊണ്ടാണ് അമ്മ ഭക്ഷണം പോലും കഴിക്കാതെ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവർ, നമ്മൾ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവിടെ ദൈവം നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനങ്ങളുണ്ട്. അത് വിശ്വസിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. കൽപ്പനകൾ ലംഘിക്കുമ്പോൾ നമുക്ക് വരുന്ന വൻ നഷ്ടം. ഈ കർത്താവ് പറയാണ്, നീ ചെയ്യേണ്ട ഏക കാര്യം, നിൻ്റെ ഏക കടപ്പാട് ഇതാണ്, ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഈ കൽപ്പന പാലിക്കുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം നിൻ്റെ ജീവിതത്തിൽ നിറവേറിയിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നീ ഉത്സാഹം കാണിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന ആ ഒരു സന്ദേശമാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടി ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുവാനും, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത്, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് അങ്ങനെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി 16:25 ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന നല്ലതാണ്. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അടിവരയിട്ട് നമ്മളെ കാണിക്കുക. സ്വജീവൻ പോലും പരിത്യജിക്കാതെ നിങ്ങൾക്കാർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. മത്തായി 16:25 പറയുന്നത് എന്താ? നിൻ്റെ ജീവൻ പോലും കൊടുത്താൽ നിത്യജീവൻ നിനക്ക് എടുക്കാൻ പറ്റും. അത് വേണോ? വേണമെങ്കിൽ ഈ വില കൊടുക്കാൻ നീ തയ്യാറാകണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നിത്യജീവനോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം എത്ര നിസ്സാരം, ഇവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സുഖസന്തോഷങ്ങൾ എത്ര നിസ്സാരം. അതിനേക്കാളൊക്കെ ഒരുപാട് മടങ്ങ് വലുതാണ് മരണാനന്തരം സ്വർഗത്തിൽ നമുക്ക് അനുഭവിക്കാവുന്ന നിത്യാനന്ദം. ഈ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.